കോതമംഗലത്തിന് സമീപം പുതുപ്പാടിയിൽ 23 വയസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ് കുടുംബം പ്രതിയായ റമീസിനെതിരെ ഉന്നയിക്കുന്നത്. പെൺകുട്ടിയെ മതം മാറാൻ റമീസിന്റെ മാതാപിതാക്കളും നിർബന്ധിച്ചു എന്നുള്ളതാണ് ആരോപണം. ആദ്യഘട്ടത്തിൽ പെൺകുട്ടി മതം മാറാൻ സന്നദ്ധയായിരുന്നു. എന്നാൽ റമീസിന് വഴിവിട്ട ചില ബന്ധങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പെൺകുട്ടി ഇതിൽ നിന്ന് പിന്മാറി. കഴിഞ്ഞ ഞായറാഴ്ച വിവാഹം രജിസ്റ്റർ ചെയ്യാം എന്ന് വാഗ്ദാനം നൽകി റമീസ് പെൺകുട്ടിയെ ആലുവയിലെ വീട്ടിലെത്തിച്ചു. ഇവിടെ റമീസിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് പെൺകുട്ടിയെ മതം മാറാൻ ഭീഷണിപ്പെടുത്തി. കൂടാതെ മുറിയിൽ പൂട്ടിയിടുകയും റമീസ് പെൺകുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപണം. പെൺകുട്ടിയുടെ സുഹൃത്തും ഈ ആരോപണങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. റമീസ് സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇക്കാര്യം ചോദ്യം ചെയ്യലിൽ റമീസ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയാണ് ഇതിൽ നിന്ന് റമീസിനെ പിന്തിരിപ്പിച്ചത്. റമീസിനെതിരെയുള്ള ആരോപണങ്ങളിൽ പെൺകുട്ടിയുടെ സഹോദരന്റെയും അമ്മയുടെയും സുഹൃത്തിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇക്കാര്യത്തിൽ നിയമ നടപടി എടുക്കുന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിലായിരിക്കും തീരുമാനമുണ്ടാവുക. പോലീസ് എന്തായാലും മൊഴി വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം നിർബന്ധിത മതമാറ്റ നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. എന്തായാലും നിലവിൽ റമീസ് പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്.